പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെയും, ബെനഡിക്ട് മാർപ്പാപ്പ പറയും, ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ, ദൈവവും മനുഷ്യരും നിങ്ങളിൽ നിന്നും ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ചെറുപ്പക്കാരായ യുവ സുഹൃത്തുക്കളെ, നിങ്ങളിൽ നിന്നും ദൈവവും സഭയും മനുഷ്യകുലവും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളിൽ യേശുവിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നു. ഹല്ലേലൂയ. നിങ്ങളിൽ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നു. ഈ അവബോധമാണ് നിങ്ങളെ നയിക്കേണ്ട ശക്തി. ഈ അവബോധമാണ് നിങ്ങളെ നയിക്കേണ്ട വെളിച്ചം. നിങ്ങളിൽ യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നു. നിങ്ങൾ ലോകത്തിലെ സാധാരണ ഒരു യുവതിയോ ഒരു യുവാവോ അല്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം. നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നു. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ വലിയ രഹസ്യം അതാണ്. ആ വലിയ സത്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഈ തീജ്വാലയെ ഊതി ജ്വലിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദര, സഭ നിന്നിൽ നിന്നും കുറേയും കൂടി പ്രതീക്ഷിക്കുന്നു, കുറേയും കൂടി പ്രതീക്ഷിക്കുന്നു. ലോകം നമ്മിൽ നിന്നും കുറേയും കൂടി പ്രതീക്ഷിക്കുന്നു. ആ പ്രത്യാശയുള്ളവരായിട്ട് നമുക്ക് മാറാം. നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ പരിചയമുണ്ടല്ലോ, ഈ അടുത്ത നാളിൽ ഓസ്കർ അവാർഡ് കിട്ടിയ ചെറുപ്പക്കാരൻ്റെ ജീവിതം. ആരാത്? രണ്ടുപേരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അതിൽ ഒരാളുടെ പേരാണ് റസൂൽ. പൂക്കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അതിലും രസമുണ്ടല്ലോ. പൂക്കുട്ടിയുടെ കൂടാതെ വേറൊരാളുണ്ടല്ലോ. അതാരത്? റഹ്മാൻ. റഹ്മാന്റെ കഥ നോക്കിക്കേ. റഹ്മാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. അന്ന് കയറിയപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ ഓസ്കർ അവാർഡ് വാങ്ങിച്ചപ്പോൾ ഒന്നും കണ്ടില്ലേ? നിങ്ങൾ നിങ്ങൾ ഉറങ്ങിയിരിക്കുമായിരുന്നോ? അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എന്തത്? ദർ ഈസ് സംതിങ് ഐ സേ ഓൾ മൈ ലൈഫ് ഐ ഹാവ് ഹാഡ് എ ചോയ്സ് ഓഫ് ഹേറ്റ് ആൻഡ് ലവ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കഥയുണ്ട്. നന്മ തിന്മകൾ കൊണ്ട് നിറയുമ്പോൾ ഐ ഹാവ് എ ചോയ്സ് ഓഫ് ഹേറ്റ് ആൻഡ് ലവ്. ഐ ചൂസ് ലവ് ആൻഡ് ഐ ആം ഹിയർ. എൻ്റെ ജീവിതത്തിൽ ക്രിയാത്മകവും നിഷേധാത്മകവുമായ വശം വരുമ്പോൾ, നന്മ തിന്മകൾ വരുമ്പോൾ, വെറുപ്പും സ്നേഹവും കടന്നു വരുമ്പോൾ, എന്നോടൊരു തെരഞ്ഞെടുപ്പിന് ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കും. ഞാൻ എപ്പോഴും നന്മ തിരഞ്ഞെടുത്തു. ഐ ചൂസ് ലവ്. ഓൾവേസ് ഐ ചൂസ് ലവ്. ഓൾവേസ് ഐ സെലക്റ്റഡ്. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്, ഞാൻ എപ്പോഴും തിരഞ്ഞെടുത്തത് സ്നേഹമാണ്. ഞാൻ എപ്പോഴും തിരസ്കരിച്ചത് വെറുപ്പാണ്. ഞാൻ എപ്പോഴും തിരസ്കരിച്ചത് അശുദ്ധിയാണ്. ഞാൻ എപ്പോഴും ഉപേക്ഷിച്ചത് അധർമ്മത്തിൻ്റെ വഴികളാണ്. ധർമ്മത്തിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തു. സ്നേഹത്തിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തു. സത്യത്തിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തു. Therefore and I am here. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ, ഈ ജനാബലിയുടെ മുൻപിൽ, ലക്ഷോപലക്ഷം ആളുകൾ ശ്രദ്ധിക്കുന്ന ഈ ഓസ്കർ അവാർഡ് വാങ്ങിക്കുവാൻ ഇവിടെ എത്തി നിൽക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ മുൻപിൽ എപ്പോഴും ഒരു നന്മതിന്മകളുടെ തെരഞ്ഞെടുപ്പ് കിടപ്പുണ്ട്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ മുൻപിൽ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റഹ്മാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ ചോയ്സിനെ കുറിച്ച് മാത്രമല്ല, റഹ്മാൻ പറഞ്ഞു, there is something I say in Tamil whenever I win an award. എന്തായിരുന്നു അയാൾ പറഞ്ഞത്? നിങ്ങൾ ഇതൊക്കെ മറന്നു പോകുന്ന പറഞ്ഞാൽ വലിയ കടുങ്കയ്യ കേട്ടോ. there is something, അതായത് ഞാൻ എപ്പോഴൊരു അവാർഡ് കൈവരിച്ചാലും സ്വീകരിച്ചാലും ഞാൻ തമിഴിൽ ഒരു കാര്യം പറയുമെന്ന്. എന്തായിരുന്നു അത്? എല്ലാ പുകഴും പറയൂ, എല്ലാ പുകഴും ഇരവനുക്ക്. All fame and glory to God. Beautiful. All fame and glory to God. എല്ലാ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആർക്ക്? ഇരവനേക്ക്. എല്ലാ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ദൈവത്തിന് എന്ന് ഞാൻ പരസ്യമായിട്ട് പറയും. അന്നും റഹ്മാൻ പറഞ്ഞു. ഇന്ന് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം എന്താ? ജീവിതത്തിൽ ഒരടി മുന്നോട്ട് പോകുമ്പോൾ, മുഖത്ത് 10 മീശ മുളയ്ക്കുമ്പോൾ, പിന്നെ അല്ലെങ്കിൽ കാതിൽ 4 കമ്മലും കഴുത്തിൽ കുറെ പവനും ഒക്കെ കയറുമ്പോൾ നമ്മൾ അറിയാണ്ട് ഓർത്തു പോവുക, ഞാനാരാണാവോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വാണം പോകുന്നത് മേലോട്ട്? വാണത്തിന് തീ പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പോകുന്ന പോക്ക് കണ്ടാൽ എന്താ പോക്കില്ലേ? വല്ലാത്ത ചീറല, വല്ലാത്ത പായ്ച്ചില. ഇങ്ങനെ പോയി നമ്മളോർക്കും എന്താ. പക്ഷേ
ഇത്തിരി ഒന്ന് കാത്തു നിന്ന് കഴിഞ്ഞാൽ കാണാം അത് തിരിച്ചു വരുന്ന വരവ് എത്രയെത്ര തളർന്ന് എവിടെയെങ്കിലും ഒന്ന് അടിഞ്ഞു കൂടിയാൽ മതി. ഇനി ചെന്ന് വീഴുന്നതോ ഏതോ ചേറ്റിലോ ചേറിലോ അഴുക്കിലോ കുണ്ടിലോ ഒക്കെയാ. ഏതാണ്ട് ഇതുപോലെ സംഭവിക്കുക. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി റഹ്മാൻ പറഞ്ഞു, ഞാൻ എവിടെ കയറിയാലും എപ്പോൾ അവാർഡ് കിട്ടിയാലും എപ്പോൾ വിജയം ഭരിച്ചാലും ഞാൻ ഒരു കാര്യം പറയും, എല്ലാ പുകഴ്ചയും, ഓൾ ഫെയിം ആൻഡ് ഗ്ലോറി, എല്ലാ പുകഴ്ചയും മഹത്വവും ആർക്ക്? ദൈവത്തിന്. അതുകൊണ്ട് തിരുവചനം പറയുന്നത് മറന്നു പോകരുതേ പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ട യുവതീവാക്കളെ, ജീവിതത്തിന്റെ പടവുകൾ പിന്നിട്ട് ടൈറ്റാനിക് പോലുള്ള കപ്പലുകളിൽ കയറിയിരിക്കുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകരുതേ, ദൈവത്തിനും മനുഷ്യനും ഇതിനെ കീഴടക്കുവാൻ പറ്റില്ല എന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല, ഇത്തിരിയും കൂടി മുന്നോട്ട് നീങ്ങിയാൽ അവിടെ ഒരു ഐസ്ബർഗ് നിൽപ്പുണ്ട്, അവിടെ ഒരു കുഴി നിൽപ്പുണ്ട്, അവിടെ ഒരു പാറക്കെട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ കാണാത്തത്, നിങ്ങളുടെ ബുദ്ധികൾ ഗ്രഹിക്കാത്തത് പലതും. ആ തകർച്ച സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈശോ പറഞ്ഞു, മർത്ത ഫലത്തിനെക്കുറിച്ച് നീ വ്യഗ്രചിത്തയും ഉൾക്കുണ്ടാകുകയുമാണ്. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അത് മറിയം തെരഞ്ഞെടുത്തു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, നീ ഒന്നാമതായി ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് കൂട്ടി നൽകപ്പെടും. ആ കൂട്ടി നൽകപ്പെടുന്ന ദൈവകരം നിങ്ങളിത് ഓർക്കണോ? അപ്പോൾ ടാഗോർ പറഞ്ഞില്ലേ ഒരു ചെറുകഥയിൽ, എന്തത് പ്രധാനപ്പെട്ടത്? നിങ്ങളെ കേട്ടിട്ടില്ലേ? പഴയ കഥയാ. അതെല്ലാം പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കണോ? എന്താ കഥ? ടാഗോർ ഒരു അമ്മയുടെയും കൊച്ചിൻ്റെയും കഥ പറയുന്നതാണ്. ആ കഥയിൽ ഈ അമ്മയും കൊച്ചും ഒന്നും തിന്നാനും കുടിക്കാനും ഇല്ലാതായി വളരെ വിഷമിച്ച് വേദനിച്ച് നടക്കുകയും. അങ്ങനെ നടക്കുമ്പോൾ ഒരു നാളില് ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുവാൻ പോലും അമ്മയുടെ മുലയിൽ പാലില്ലാതായി. കുഞ്ഞിൻ്റെ ചുണ്ട് വരണ്ടു, തൊണ്ട വരണ്ടു, ആകപ്പാടെ രണ്ടുപേരും ചത്തുപോകുന്ന അവസ്ഥ. അങ്ങനെ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഏതോ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു അശരീരി കേട്ടു. എന്തായിരുന്നു ആ അശരീരി? ഈ പാറക്കെട്ട് ഇപ്പോൾ തുറക്കും, ഇതിപ്പോൾ തുറക്കും, നിനക്ക് അകത്ത് കയറാം, 3 മിനിറ്റ് സമയം അനുവദിക്കുന്നു, ഇഷ്ടമുള്ളതെല്ലാം എടുക്കാം, പക്ഷെ 3 മിനിറ്റിനകം ഇറങ്ങിയിരിക്കണം. പോകുന്നതിന് മുൻപ് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, ഒരു വാണിംഗ്. പ്രധാനപ്പെട്ടത് മറക്കരുതട്ടോ. അതായിരുന്നു പ്രധാനപ്പെട്ടതും. ഈ അമ്മയും കുഞ്ഞും അകത്ത് കയറി. കണ്ണഞ്ചിക്കുന്ന രത്നങ്ങള്, സ്വർണ്ണ കൂമ്പാരങ്ങള്, എവിടെ പാത്രം, സഞ്ചിയില്ല, കൊട്ടയില്ല. അവസാനം അമ്മ വിചാരിച്ചു ഉള്ള സമയം കൊണ്ട് മാക്സിമം കോരിയെടുക്കാം. അവൾ തൻ്റെ കുഞ്ഞിനെ താഴെ വെച്ചുകൊണ്ട് ഇതാ 2 കരങ്ങളിലൂടെയും ഈ സാധനം എല്ലാം വാരിക്കൂട്ടി ഉടുതുണിയിൽ നിറയ്ക്കുകയാണ്. സമയം അതിൻ്റെ അവസാനത്തേക്ക് എത്തുന്നു. ആ അവസാന സമയം എത്തുമ്പോൾ ഇതാ ലാസ്റ്റ് സെക്കൻഡ് പുറത്തിറങ്ങേണ്ട സമയമായി. അമ്മ പുറത്തിറങ്ങി ഒന്ന് ശ്വാസം വിട്ടു. എന്ത് സംഭവിച്ചു? അമ്മയ്ക്ക് സുബോധം തിരിച്ചു കിട്ടുക. എവിടെ എൻ്റെ കൊച്ച്? ആ വാരിക്കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക്, സ്വർണങ്ങൾ കരുതി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊച്ചിനെ താഴെ വെച്ചു. പിന്നെ എടുക്കാൻ മറന്നുപോയി. എവിടെ എൻ്റെ കൊച്ച്? അവൾ അലമുറയിട്ടു. പിന്നെ നോക്കുമ്പോൾ അവിടെ പാറക്കെട്ടുകൾ കാണുന്നില്ല, വാതായനങ്ങൾ കാണുന്നില്ല. പാറക്കെട്ടില്ല, വാതായനങ്ങളില്ല, കുഞ്ഞുമില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കണം, പ്രധാനപ്പെട്ടത് മറക്കരുതട്ടോ. യുവത്വത്തിന്റെ തരിപ്പും തുടുപ്പും നിങ്ങളെ വേട്ടയാടുന്ന സമയമാണിത്. യുവത്വത്തിന്റെ തരിപ്പിലും തുടുപ്പിലും പെട്ട് പ്രധാനപ്പെട്ടത് മറക്കരുതട്ടോ. അമ്മ പറഞ്ഞില്ലേ കുരിശ് വരച്ച് കിടന്നുറങ്ങണം, അപ്പം പറഞ്ഞില്ലേ കൊന്തയേലി കിടന്നുറങ്ങണം, അച്ഛൻ പറഞ്ഞില്ലേ കുർബാനയിൽ പങ്കുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ബാംഗ്ലൂർക്കാ പോകുന്നത്, മദ്രാസിനെ പോകുന്നത്, ഹൈദരാബാദിനെ പോകുന്നത്, ജാഗ്രതയുണ്ടാകണം. മോളെ അവിടെ ആരെ വിഴുകണമെന്നറിയാതെ അലറുന്ന സിംഹത്തെ പോലെ ഇതാ പിശാചുക്കൾ ഓടി നടക്കുന്നു, ശ്രദ്ധയുണ്ടാകണം. പക്ഷേ ആ യുവത്വത്തിന്റെ തരിപ്പിലും തുടിപ്പിലും പെട്ട് ജീവിതം പാഴായിപ്പോയോ? പോകുന്നുണ്ടോ? പോയവരുടെ കഥ ഓർമ്മയില്ലേ? എങ്കിൽ നമുക്ക് ഓർത്തു കൂട്ടാം. എന്ത് പ്രധാനപ്പെട്ടത്? മറക്കരുതട്ടോ. പ്രധാനപ്പെട്ടത് എന്താ? ഒരു ഡിഗ്രി അല്ല, 1.5 ലക്ഷം രൂപയുടെ ഒരു സാലറി അല്ല, ഹൈടെക് ലോകത്തിന്റെ സ്വിമ്മിംഗ് പൂൾ അല്ല, ഹൈടെക് ലോകത്തിന്റെ സീരിയലുകളും വാഗ്ദാനങ്ങളുമല്ല. പ്രത്യുത ദൈവം ദാനമായി നൽകിയ ഈ ജീവിതം തന്നെയാണ്. ദൈവം ദാനമായി നൽകിയ ഈ ജീവിതമാണ് ഏറ്റവും വിലയുള്ളത്. ജീവിതം പണയം വെക്കരുതട്ടോ എന്ന്, ജീവിതം വിറ്റ് കാശാക്കരുതട്ടോ എന്ന്, വിശുദ്ധി വിറ്റ് കാശാക്കരുതെന്ന്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞു, പ്യൂരിറ്റി ഈസ് പവർ. വിശുദ്ധി ശക്തിയാണ്. പ്യൂരിറ്റി ഈസ് പവർ. കന്യാത്വം
ബ്രഹ്മചര്യം, വിശുദ്ധി അത് ശക്തിയാണ്, അത് സൗഖ്യമാണ്, അത് ശാന്തിയാണ്, അത് സന്തോഷമാണ്. അത് വിറ്റ് കള്ളു കുടിക്കരുതെന്ന്, അത് വിറ്റ് കാശാക്കരുതെന്ന്, അത് വിറ്റ് ചുരിദാർ വാങ്ങിക്കരുതെന്ന്. അതാ അതിൻ്റെ ചുരുക്കം. ഇതിനകത്ത് മുഴുവൻ പറയുന്ന കഥയുണ്ടല്ലോ. ഇങ്ങനെ വിറ്റ് ചുരിദാർ അണിഞ്ഞതിൻ്റെയും ആഭരണം അണിഞ്ഞതിൻ്റെയും അതുപോലുള്ള ഏറ്റവും വില കൂടിയ വാഹനത്തിൽ സഞ്ചരിച്ചതിൻ്റെയും കഥകളാണ്. അത് വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. വിൽക്കരുത്, പ്രധാനപ്പെട്ടത് മറക്കരുത് കേട്ടോ. പ്രിയപ്പെട്ട യുവതി യുവാക്കളെയും റഹ്മാൻ വീണ്ടും പറഞ്ഞു. എന്താണെന്നോ, രസകരമായൊരു കാര്യം, പ്രാർത്ഥന അതെന്നെ ശുദ്ധീകരിക്കുന്നു, ദൈവത്തോട് അടുത്തതുപോലെ തോന്നിക്കുന്നു. ദൈവത്തോട് സംസാരിക്കാൻ എനിക്കുള്ളത് 2 വഴികളാണ്, പ്രാർത്ഥനയും സംഗീതവും. റഹ്മാൻ പറയുന്നതാ. ഗാന്ധിജി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പണ്ടേ പ്രാന്തനായി പോയേനെ. ആരാണ് ഗാന്ധിജി എന്ന് കൂട്ടി വായിച്ചുകൊണ്ട് ഇത് മുഴുവൻ കേൾക്കണം. ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ പണ്ടേ പ്രാന്തനായി പോയേനെ. എനിക്കെൻ്റെ ദിവസം തുറക്കുന്ന താക്കോലും എൻ്റെ സായാഹ്നം അടയ്ക്കുന്ന സാക്ഷിയുമാണ് പ്രാർത്ഥന. എൻ്റെ ദിവസം തുറക്കുന്ന താക്കോലും എൻ്റെ സായാഹ്നം അടയ്ക്കുന്ന സാക്ഷിയുമാണ് എനിക്ക് പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേ പ്രാന്തനായി പോകുമായിരുന്നു. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, മോഡേൺ സംസ്കാരം, എന്ത് സംസ്കാരം എന്ന് പറയുക, ആ സംസ്കാരത്തെ ബെനഡിക്ട് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? സർപ്പന്റൈൻ സെക്യുലറിസം എന്നാണ്. വളഞ്ഞു പൊളഞ്ഞ ഭൗതികവാദം. സർപ്പന്റ് എന്ന് പറഞ്ഞ പാമ്പ്, സർപ്പന്റൈൻ സെക്യുലറിസം, വളഞ്ഞു പൊളഞ്ഞ ഭൗതികവാദം. ഈ പാമ്പ് വളഞ്ഞു പൊളഞ്ഞ് കയറി കൂടുമ്പോൾ നമ്മളാരും അറിയില്ല അത് എവിടെ എത്തി എന്ന്. ആദത്തിൻ്റെയും ഹവ്വയുടെയും കഥ മാത്രമല്ല പാമ്പിൻ്റെ കഥ. ഈ കഴിഞ്ഞ കാലത്ത് ഞാൻ മറന്നുപോയ സ്ഥലം, ഏതോ ഒരു വീട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ചെളിയും അഴുക്കും എല്ലാം കയറി, എല്ലാം കഴുകി വൃത്തിയാക്കി വീട് നോർമലാക്കി എന്ന് വിചാരിച്ചു. ഒരു ദിവസം ഒരു പ്രഭാതത്തിൽ ഒരു കൊച്ച് ആ വീട്ടിൽ സ്കൂളിൽ പോകേണ്ട സമയമായി, എല്ലാം റെഡിയാക്കി എന്തോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ അവളുടെ ഷെൽഫ് തുറന്നതാണ്. വീടിനോട് ഭിത്തിയോട് ചേർന്നുള്ള മരത്തിൻ്റെ അലമാര. ആ അലമാര തുറന്ന് കൈ അങ്ങോട്ട് ഇടാൻ നേരത്ത് ആ കൊച്ചിൻ്റെ തലയിലേക്ക് കയറിക്കൊത്തിയത് പാമ്പാ. ഏതോ ഷെൽഫിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പാമ്പുകൾ, വിഷസർപ്പങ്ങൾ, വിഷവാചകങ്ങൾ, വിഷവ്യക്തികൾ, ഗുണ്ടകൾ, വ്യഭിചാരികൾ. അവരുടെ കെണിയിൽപ്പെട്ടു പോകരുത് എന്ന പൗലോസ്ലീഹ പറയുന്നത്. ആ കെണിയിൽ നിന്നും മോചനം പ്രാപിക്കാൻ പറ്റണം. അതിന് നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും വിശുദ്ധ കുദാശയും ദൈവവചനവും ഒക്കെയാണ്. ലോകം നമ്മെ വിട്ടിയെന്ന് പറഞ്ഞിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അടുത്ത നാളിൽ ഞാനൊരു ജീസസ് യൂത്തും പ്രോഗ്രാമിന് പോയതാണ്. എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്ന ചെറുപ്പക്കാരൻ തൃശ്ശൂരുള്ളതാണ്. അപ്പോൾ അവൻ എന്നെ പോണ വഴിക്ക് ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പഠിച്ചത് MCA കഴിഞ്ഞതാണ്, പഠിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കോളേജിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ കൂടെ ചോദിച്ചു, അപ്പോൾ നിനക്ക് അവിടെ ജസ്റ്റിൻ എന്ന നിലയ്ക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടച്ചാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പം അങ്ങനെയാണെങ്കിൽ നിന്നെ എന്തായിരിക്കും ആളുകൾ വിളിക്കുന്നത്? അവൻ നല്ലൊരു പേര് പറഞ്ഞു. അവൻ്റെ ഓമനപ്പേര് എന്താണെന്നറിയോ കോളേജിൽ അറിയപ്പെടുന്നത്? അവൻ്റെ പേര് ജസ്റ്റിൻ എന്ന് തോന്നുന്നു. ഞാൻ പേര് കിട്ടിയ മറന്നു, അതേ ജെയ്സനോ, എനിവേ ഈ തൃശ്ശൂരുള്ളതാണ്. അപ്പോൾ ഇവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നെ വിളിക്കുന്ന എല്ലാവരും കുഞ്ഞാടുന്നാണ്. കുഞ്ഞാട് MCA സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ചമ്മലൊന്നുമില്ലേ? എനിക്കതിലിപ്പോൾ ഒരു സുഖമാണ് തോന്നുന്നു. അച്ഛനും വേണേ എന്നെ അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു, കുഞ്ഞാടുന്ന്. കർത്താവിൻ്റെ കുഞ്ഞാടെന്നാണ് അവനെ MCA കോളേജിൽ എല്ലാവരും വിളിക്കുന്നത്. ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉള്ള കോളേജാണ്. ഇപ്പോൾ നാട്ടിൽ തന്നെ ഏകദേശം അവനെ അറിയപ്പെടുന്നത് കർത്താവിൻ്റെ കുഞ്ഞാടെന്നാണ്. പിന്നെ എപ്പോഴും കർത്താവ് കൂട്ടില്ല, ഇപ്പോൾ വിളിച്ചാൽ ഷോർട്ടായി എന്തായി, കുഞ്ഞാടായി. പക്ഷെ അവൻ പറയുക, ഐ ഫീൽ സം പ്രൗഡ്, എനിക്ക് അഭിമാനം തോന്നുന്നു, എനിക്ക് സന്തോഷം തോന്നുന്നു. എൻ്റെ യേശുവിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയാച്ചാ, എന്തെങ്കിലുമൊക്കെ അവിടെ കാണിക്കാൻ പറ്റിയാച്ചാ, അവിടെ ഞാൻ ജസ്റ്റീനാണെന്ന്, അതായത് ജീസസ് യൂത്തിലെ മെമ്പറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ജീവിക്കാൻ പറ്റി. ആരംഭകാലത്ത് അല്പം ബുദ്ധിമുട്ട് തോന്നി, പക്ഷേ എനിക്കിപ്പോൾ ഒരു സുഖം തോന്നുന്നു. അവൻ MC, അവൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ സമ്പത്തുള്ളൊരു പയ്യനും. അതുകൊണ്ട് അവൻ ജോലിയെ കുറിച്ചൊന്നും ആകുലതയില്ല, ജീവിതത്തെക്കുറിച്ചും ആകുലതയില്ല. അവൻ ഒത്തിരി ഇങ്ങനെ സഭയുടെ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കണം, ജീവിതയാത്രയിൽ ആളുകൾ നിർബന്ധിക്കും, പിയർ ഗ്രൂപ്പ്സ് നിർബന്ധിക്കും. പക്ഷേ ജീവിതം വിലയുള്ളതാണ്. അത് താറുമാറാക്കാനുള്ളതല്ല, തച്ചുടയ്ക്കാനുള്ളതല്ല, പണയം വയ്ക്കാനുള്ളതല്ല. അത് പണയം വയ്ക്കുന്നതിൽ നല്ലത് ജയ് യേശു, ജയ് യേശു, ജയ് യേശു എന്ന് പറഞ്ഞിട്ട് മരിക്കുന്നതാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ വർഷം
ആഫ്രിക്കയിൽ പോയി. എനിക്ക് നിങ്ങളോട് ഈ ബൈബിളിൽ പറയുന്ന പോലെ ഇനിയും പല പല കാര്യങ്ങളും പറയാനുണ്ട്. ഞാൻ അതുകൊണ്ട് അല്പം സ്പീഡിൽ പോകുന്നത്. ഈ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ എന്നെ വല്ലാതെ തുടിപ്പിച്ച, ചിരിപ്പിച്ച 2 സംഭവങ്ങളുണ്ട്. ഉഗാണ്ടയിലെ മാർട്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഞാൻ മാർട്ടേഴ്സിൻ്റെ ശവകുടീരം കാണാൻ പോയി. നിനക്കറിയാമോ ഉഗാണ്ട സഭയുടെ പ്രത്യേകത? 3 മാസമേ അവിടെ പ്രേക്ഷിത പ്രവർത്തനം നടന്നിട്ടുള്ളൂ. 3 മാസം വൈറ്റ് ഫാദേഴ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് പോയി അച്ഛന്മാർ സുവിശേഷം പ്രസംഗിച്ചു. അതിനകം രാജാവ് അവരെ നാടുകടത്തി. പിന്നെ 3 മാസം കൊണ്ട് കേട്ട ബൈബിളിൽ വെച്ചുകൊണ്ട് ആദ്യം മാമോദീസ സ്വീകരിച്ച 4-5 വ്യക്തികളാണ് അവിടെ സുവിശേഷം പ്രസംഗിച്ചത്. ഇന്ന് ഉഗാണ്ടയിലെ 50% ആളുകൾ കത്തോലിക്കരാണ്. ഇനി അതിൻ്റെ രസം കേൾക്കണ്ടേ? ഈ മനുഷ്യർ എങ്ങനെയാണ് സുവിശേഷം കേട്ടതെന്നറിയാവോ? രാത്രിയുടെ യാമത്തിൽ, ഇന്ന് നിങ്ങൾ ആഫ്രിക്കയിൽ ചെല്ലൂ, കടുത്ത ഘോര വനങ്ങൾ കാണാൻ പറ്റും. ഈ വനത്തിൻ്റെ നടുവിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച്, അതായത് പകല് കണ്ടാൽ കൊല്ലും, അങ്ങനെ ബൈബിൾ പഠിക്കുകയാണ് അവർ. എന്നിട്ടാണ് മാമോദീസ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ച്, അവൻ്റെ പേര് കിസീറ്റോ എന്നാണ്, അവൻ്റെ ഫോട്ടോയാണിത്. ഈ കിസീറ്റോ 14 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ്റെ അപ്പനും അമ്മയും എല്ലാ ദിവസവും പാതിരിയാവുമ്പോൾ ആ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകും. ഇത് കൊച്ചിൽ വെളുക്കാൻ നേരത്ത് കൊച്ച് ഉണരുമ്പോൾ അവൻ അപ്പനെയും അമ്മയും കാണാൻ പറ്റുന്നില്ല. എവിടെ പോയെന്ന് അറിയില്ല, പക്ഷെ എവിടെയോ പോയെന്ന് അവനെ തിരിച്ചറിയാം. അവൻ ഒരു ദിവസം എന്ത് ചെയ്തു? കിടക്കാൻ പോയപ്പോൾ ഒരു സൂത്രപ്പണി ചെയ്തു. എന്താ അത്? അവൻ്റെ വീട് ഈ ഈറ്റ കൊണ്ട് പെടഞ്ഞ ഒരു കൊച്ചു കൂരയാണ്. ഈ വാതിലെന്ന് പറഞ്ഞ് ഈറ്റ കൊണ്ട് കെട്ടിയതാണ്. അപ്പോൾ ഈ കതകൻ്റെ അടിവശത്ത് അവനൊരു കയറ് കെട്ടി. അതിനുശേഷം ഈ കയറിൻ്റെ ഒരു തുമ്പ് അവൻ്റെ കാലയിലും കെട്ടി, അതായത് തൊടയെ ഭാഗത്ത് കെട്ടി. അപ്പം അതുപോലെ അപ്പനും അമ്മയും പാതിരിയായി എഴുന്നേറ്റ് കതക് തുറന്ന് വനത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇവർ കതക് തുറന്നപ്പോൾ എന്ത് സംഭവിച്ചു? കതക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു. കൊച്ചിൻ്റെ കാലും മുറുകി. ഇതാ കിസീറ്റോ ചാടി എഴുന്നേറ്റു. കിസീറ്റോ 14കാരൻ. നിങ്ങൾ നോക്കണം, ഇവൻ്റെ പുറമേ കറുത്തിട്ടുള്ളൂ, അകം നന്നായിട്ട് തുടുത്ത് വെളുത്ത് ചിരിക്കുന്ന കൊച്ചാണിത്. ഇവൻ്റെ കഥ വായിച്ചാൽ 10 പ്രാവശ്യം വായിച്ചാലും മതി വരില്ല. അതിനുശേഷം കിസീറ്റോ എഴുന്നേറ്റു, ബഹളം വെച്ചു, എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവസാനം കിസീറ്റോയും കൂട്ടി വനത്തിലേക്ക് പോയി. അത് തുടർന്നു. ഏതാനും മാസങ്ങൾക്ക് പിന്നിട്ടപ്പോൾ ഇത് രാജാവും പടയാളികളും അറിഞ്ഞു. ഈ വനത്തിന് നടുവിലേക്ക് ഇവരെ കൊല്ലുവാൻ കുന്തവും തീയും എല്ലാമായിട്ട് വന്നപ്പോൾ എല്ലാവരെയും വെട്ടിനുറുക്കിയ കഥകളാണ് ഈ കഥകൾ എന്ന് പറയുന്നത്. ഉഗാണ്ടൻ സഭയുടെ കഥ. അങ്ങനെ വെട്ടിനുറുക്കി ചുട്ടരിച്ച സമയമുണ്ട്. ജീവനോട് ഒരു മനുഷ്യൻ്റെ തൊടയിൽ നിന്നും മാംസകഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ട് അവൻ ഉണർന്ന് കിടക്കുന്ന സമയത്ത് വനത്തിൽ തീ കൂട്ടിയിട്ടിട്ട് അവൻ്റെ മാംസം തിന്നത് ഈ കൊച്ചു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും കൊന്നപ്പോൾ, എല്ലാവരെയും കൊന്നൊടുക്കിയപ്പോൾ അവസാനം കുറ്റിച്ചോട്ടിൽ ഒളിച്ചിരുന്ന കിസീറ്റോ കയറി വന്നു. തിരിച്ചറിയണം ആരാ ക്രിസ്ത്യാനി എന്ന്, ആരാ യുവാവ് എന്ന്, ആരിലാണ് യുവത്വത്തിൻ്റെ തരിപ്പും തുടിപ്പും ധീരതയുള്ളത് എന്ന്. കിസീറ്റോ ഇതെല്ലാം കണ്ടിട്ട് ഞെട്ടിപ്പറച്ച് ബോധം കെട്ട് വീണില്ല. മറിച്ച് എല്ലാവരെയും കൊന്നു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് എന്നെയും കൊല്ലണ്ടേ? അവനെയും അവസാനം അവർ ചുട്ടുകൊന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇനി ഉഗാണ്ടൻ മാർട്ടേഴ്സിൻ്റെ ആദ്യകാല സഭയുടെ 1-2 വ്യക്തിയുടെ കഥ ഞാൻ ഈ പറയുകയാണ്. തിരിച്ചറിയണം ജീവിതം എന്താണ് എന്ന്. നോക്കൂ, വേറൊരു കൊച്ചാണ്. ഇവൻ്റെ പേര് ട്വിസിൻ്റെ എന്നാണ്. 16 വയസ്സ് പ്രായമേ ഉള്ളൂ. 16 വയസ്സുള്ള ട്വിസിൻ്റെയുടെ കൊലയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വന്നെത്തിയിരിക്കുന്നത് അവൻ്റെ അമ്മയുടെ ആങ്ങളയാണ്, സ്വന്തം അങ്കിള്. ധാരാളം പേരെ കൊന്നു. അവസാനം അങ്കിൾ ഈ ട്വിസിൻ്റെയോട് പറഞ്ഞു, മോനെ, ജസ്റ്റ് ഫോർ 1 മിനിറ്റ്, 1 മിനിറ്റ് സമയത്തേക്ക് നീ ക്രിസ്ത്യാനി അല്ലാന്ന് പറയണം, വിശ്വാസം ഉപേക്ഷിക്കണം, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം, നിനക്ക് ഇഷ്ടം പോലെ പണം ഞാൻ തരാം, നിന്നെ ഞാൻ എവിടെ വേണമെങ്കിലും നാടുകടത്തി കൊണ്ടുപോയിക്കൊള്ളാം, നീ ജീവിച്ചുകൊള്ളൂ. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം. ഇതാ ഉഗാണ്ടൻ മാർട്ടേഴ്സിൻ്റെ കഥ. ട്വിസിൻ്റെ റിപ്ലൈഡ്, അവൻ അങ്കിളിനോട് ഉത്തരം പറഞ്ഞു. ട്വിസിൻ്റെ റിപ്ലൈഡ്, അങ്കിൾ, ഡു ദ ജോബ് യു വെയർ ഓർഡേഡ് ടു ഡു ബൈ ദ കിങ്, കിൽ മീ. അമ്മാവ, അച്ഛ എന്തായിട്ട് നമ്മുടെ ഭാഷ, അമ്മാവ, രാജാവ് നിന്നോട് കൽപ്പിച്ച പണി എന്താണോ നീ ആ ഡ്യൂട്ടി നീ ചെയ്തു കൊള്ളുക. ഡു യുവർ ഡ്യൂട്ടി ജോബ് വിച്ച് ദ കിങ് ഓർഡേഡ് ടു യു, കിൽ മീ. എന്നെ കൊല്ലാനല്ലേ പറഞ്ഞത്, നീ എന്തിനാ സംശയിക്കുന്നേ, നീ എന്നെ കൊന്നോളൂ. അവസാനം പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് നെവർ ടു ഡിനൈ മൈ റിലിജിയൻ, നെവർ ടു ഡിനൈ മൈ ക്രൈസ്റ്റ്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ് ഹു ഡൈഡ് ഫോർ മീ.
എൻ്റെ ക്രിസ്തുവിനെ, എൻ്റെ സഭയെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി ഉയർത്ത എൻ്റെ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞു. കിൽ മീ. ഉഗാണ്ടൻ സഭ തഴച്ചു വളരുകയെന്ന്. ഉഗാണ്ടൻ സഭയിൽ ചെന്നാൽ ഇപ്പോൾ വേർത്ത് പോകുന്ന ഓരോ തുള്ളി വേർപ്പിൻ്റെയും ഫലം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. ആ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ പ്രതീതിയുണ്ട്. ചക്കപ്പഴം ചേർത്ത് വെച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ, അത്ര സുന്ദരമായ നാട് തഴച്ചു വളരുകയാണ്. തിരിച്ചറിയണം ജീവിതം തഴച്ചു വളരേണ്ടതാണ്. അത് ഈ ഭൂമിയിൽ മാത്രമല്ല, മറിച്ച് സ്വർഗത്തിലും പിതാവിൻ്റെ സന്നിധിയിലുമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതാ പരിശുദ്ധ പിതാവിൻ്റെ പുതിയ ചാക്രിയ ലേഖനത്തിൽ കാരിത്താസ് ഇൻ വെരിതാത്തെ, ചാരിറ്റി ലവ് ഇൻ ട്രൂത്ത്, സ്നേഹം സത്യത്തിലായിരിക്കണം. സത്യത്തിൻ്റെ പ്രകാശവും സത്യത്തിൻ്റെ പ്രക്ഷോഭ ഇല്ലാതെ ഉള്ള സ്നേഹം അത് മരവിച്ച സ്നേഹമാണ്, അത് കൊല്ലുന്ന സ്നേഹമാണ്, അത് തകർക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ജീസസ് ഫ്രറ്റേണിറ്റിയിലെ അംഗങ്ങൾ ഇങ്ങനെ പറയും, ലെറ്റസ് ബി, അവർ പറയുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്, ബി എ ലവ് ബോംബ്, ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡഡ്, നോട്ട് ടു ഡിസ്ട്രോയ് ബട്ട് ടു ഹീൽ ദ വൂണ്ടഡ് ഹാർട്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പടബോംബായി മുന്നോട്ട് നീങ്ങുക. ആ പടബോംബ് എന്തിനു വേണ്ടിയിട്ടാണ്? ആരെയും കൊല്ലുവാനോ നശിപ്പിക്കുവാനോ തകർക്കുവാനോ അല്ല, മറിച്ച് പടുത്തുയർത്തുവാൻ വേണ്ടി. മുറിവേറ്റ ജീവിതങ്ങളെ, തകർന്ന ജീവിതങ്ങളെ, തളർന്ന ജീവിതങ്ങളെ, ഒട്ടിയ വയറുകളെ സുഖപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ ധീരമതികളായ, ധീര ഉദാത്തമായ ജീവിതത്തിൻ്റെ ഉടമകളാകാം. ക്രിസ്തുനാഥൻ നമ്മെ വിളിക്കുന്നു, ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിക്കുന്നു, ക്രിസ്തുനാഥൻ നമ്മെ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവ് പറഞ്ഞു, ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ, ഞാനാണ് ആദിയും അന്തവും. എന്നെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, എന്നെ കൂടാതെ ഒന്നും നിലനിൽക്കുന്നുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ ഇവിടെ നിലനിൽക്കുന്ന സകല വ്യവസ്ഥിതികളും, ക്രിസ്തുവില്ലാതെ ഇവിടെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന സകല സംസ്കാരവും, ക്രിസ്തുവില്ലാതെ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സകല ബാബേൽ ഗോപുരങ്ങളും തകർന്നടിയുകയും ക്രിസ്തു എന്നും ദൈവത്തിൻ്റെ ആദിയും അന്ത്യവുമായി നിൽക്കുകയും ചെയ്യും. ക്രിസ്തു നമ്മുടെ മുൻപിൽ നിൽക്കട്ടെ, ക്രിസ്തു നമ്മുടെ മുൻപിൽ പ്രകാശിക്കട്ടെ, ക്രിസ്തു നമ്മുടെ മുൻപിൽ പ്രശോഭിക്കട്ടെ. അവിടുന്ന് അപ്പോൾ പറയും, നിന്റെ പാദങ്ങളെ ഞാൻ പാറയിൽ ഉറപ്പിക്കും, നിന്റെ പാദങ്ങളെ ഞാൻ പാറയിൽ ഉറപ്പിക്കും, നിന്റെ നാവിൽ ഞാൻ പുതിയൊരു ഗാനം വെച്ചു തരും. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതം സംഗീതമായി മാറും, ജീവിതം സന്തോഷമായി മാറും, ജീവിതം ശാന്തിയുള്ളതായി മാറും, ജീവിതം സമാധാനപൂർണമായി മാറും. കർത്താവ് നമ്മെ വിളിക്കുന്നു, ഇതാ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ പോന്നില്ലേ, ഞങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇഹത്തിൽ 100 ഇരട്ടിയും പരത്തിൽ നിത്യസൗഭാഗ്യവും. എല്ലാം തകർന്നടിഞ്ഞ ജോബിന് 1 100 ഇരട്ടിയായി കൊടുത്ത ദൈവം, ആ ദൈവം അനുകമ്പയുടെ ദൈവമാണ്, ആ ദൈവം അലിവിൻ്റെ ദൈവമാണ്. ഈ കളകൾ നമ്മുടെ ചുറ്റും പടർന്നു വന്ന് പന്തലിക്കുന്നത് കണ്ടിട്ട് കളകളാണ് വിജയിക്കുന്നതെന്ന് വിചാരിച്ചാൽ തെറ്റുപറ്റിയെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഈശോ പറഞ്ഞു, കൊയ്ത്തുകാലം വരുമ്പോൾ ഞാൻ രണ്ടും ശേഖരിക്കും, കളകൾ തീയിലിട്ട് നശിപ്പിച്ച് കളയും, ഞാൻ വിളവുകൾ ഇതാ അറപ്പുരകളിൽ ശേഖരിക്കും. കൊള്ളാം, ഉത്തമനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ
mail.divinetv@gmail.com. Website www.drcm.org.